ഞാനൊരു വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി സ്കൈ ഡൈവർ ആണ്. ആൾസോ വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റും ആണ്. ഇപ്പൊ 23 വയസ്സേ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിനുള്ളിൽ എത്ര സർജറി നേരിടേണ്ടി വന്നിട്ടുണ്ട്? 16 സർജറി. മോൻ ചെയ്തിട്ടുള്ള റെക്കോർഡുകൾ എന്തൊക്കെയാണ്? ഞാൻ സൈക്ലിംഗിൽ 1000 kilometers in 6 days ചെയ്തിട്ടുണ്ട്. 1000 kilometers in 6 days. അതൊരു കിഡ്നി ഒരു ഫെയിലിയർ ആയ ഒരു സിറ്റുവേഷനിലാണ്, ഓൾമോസ്റ്റ് ഫെയിലിയർ ആയ സിറ്റുവേഷനിലാണ് പോയി ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? തന്നെ 5 മണിക്കൂറിന് അപ്പുറത്ത് ട്യൂബ് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡെത്ത് ആയി പോകുന്നുള്ള സിറ്റുവേഷൻ വന്നു. ഈ സൈഡിൽ ബട്ടക്സ് ഇല്ല. സോ അപ്പൊ അവിടെ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് അവിടെ ഒരു കീറിപ്പോയി മൊത്തത്തിൽ ഈ ഒരു പോർഷൻ മൊത്തം. അപ്പം ഫ്രിക്ഷൻ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ സാഡിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഫ്രിക്ഷൻ വരും. വിഷമം തോന്നാറുണ്ട്. മാനസികമായി ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാവരും ജീവിക്കുന്ന ഒരു ആക്സെപ്റ്റിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നോർമലി ഒരു ജീവിതം ലീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കുറെ റിസ്കുകളുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും റിസ്കുകളെല്ലാം ഉണ്ട്. ബട്ട് അതാണ് ഞാനിപ്പം ഈ ഒരു പോർഷനിലോട്ടൊക്കെ എത്തിയത്. കിഡ്നി മാറ്റി വെച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി? 1.5 വർഷമായി. അമ്മ തന്നെയാണ് പറഞ്ഞു. ഇനിയിപ്പം നിങ്ങളുടെ കുട്ടിയെല്ലാം നിങ്ങൾ പറഞ്ഞു കളയരുത്, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. മറ്റേ കാലമാണെങ്കിൽ നമുക്കത് അവർ പൊക്കി വെച്ച് തരുമായിരുന്നു. പക്ഷെ ഇത് ഈ രീതിക്കുള്ളത് പൊക്കാക്കില്ല. ജനിച്ച ആ സമയത്ത് പിന്നെ LKG പോയി തുടങ്ങിയപ്പം ഇതുവഴി ഇങ്ങനെ യൂറിൻ തുറന്നു വിട്ടിരുന്നതാണ്. പിന്നെ അതുവഴി ഇങ്ങനെ യൂറിൻ വിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം തുണി മാറ്റി വയ്ക്കണം. പിന്നെ തുണി ഒരുത്തിപ്പോൾ നനയും തന്നെ നനയും, ഫുള്ളി നനയും. അപ്പം അതിന്റെ സ്മെല്ല് കാരണം പിള്ളേർ നടത്തിരുത്തത്തില്ലായിരുന്നു. അപ്പോൾ ഒരു 8ാം ക്ലാസ് വരെയും ഫ്രണ്ട്സ് ഒന്നുമില്ല, അടുത്തിരിക്കത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇതെപ്പോഴാണ് ഇങ്ങനെ മനസ്സിനകത്ത് എനിക്ക് ഒരു പേരെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം, എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം എന്ന് തോന്നിയത് എപ്പോഴാ? എനിക്ക് 16 വയസ്സുള്ളപ്പോഴുള്ള സർജറിയിലാണ് എന്റെ ടെസ്റ്റിസ് വൈദ്യനാഥ് കണ്ടെത്തുന്നത്. ജനിച്ചപ്പം കാണാനില്ലായിരുന്നു ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. അത് 16 വയസ്സിലാണ് കണ്ടെത്തുന്നത്. അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തു, വൈദ്യനാഥ് ആയതുകൊണ്ട് റിമൂവ് ചെയ്തു. ഇത്രയും പേര് ബുള്ളിങ് ചെയ്ത സ്ഥലത്തുനിന്ന് സൈക്ലിംഗ് പഠിച്ചു, സ്വിമ്മിങ് പഠിച്ചു, തെങ്ങ് കയറി, അത് കഴിഞ്ഞിട്ട് മോഡലിംഗും ചെയ്തു. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് അല്ലേ? നോർമലി ഉള്ള 8 പേര് മാത്രം ചെയ്തിട്ടുള്ള ഒരു ഫീറ്റ് ഉണ്ട്. 43,000 ഫീറ്റ് ആണ്. നമ്മൾ ആ ഫീറ്റിൽ പോയി ജമ്പ് ചെയ്യണമെങ്കിൽ ആസ് എ സോളോ നമ്മൾ ജമ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 81 lakhs ആവും. അത്രയും എക്സ്പെൻസീവ് ആണ്. അവിടെ നിന്ന് ജമ്പ് ചെയ്യണം ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവണൊക്കെ ഒരു ഇതുണ്ട്, ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ അതിന് മുകളിൽ ഒരു എക്സ്ട്രീം ഡ്രീം, അതൊരു അധികമായിട്ടുള്ള ആഗ്രഹമാണെന്ന് വെച്ചാൽ, പക്ഷേ എന്റെ ഡെത്ത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് വലിയൊരു ആഗ്രഹമാണ്. അതായത് എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും വലിയ ടോപ്പ് എന്ന് വെച്ചാൽ ആഗ്രഹത്തെ ചെയ്യുന്നത്. എനിക്ക് ഈ നമ്മുടെ സ്പേസിന്റെ ഒരു എൻഡിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും എക്സ്ട്രീം ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ആളുണ്ട്. അപ്പൊ പുള്ളിയുടെ ഹൈറ്റിൽ നിന്ന്, അതായത് 1,27,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം. അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശ്യാമിന്റെ ഈ ഡ്രീമൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കാൻ പറ്റും. ശ്യാമിന് വേണ്ടത് ഒരു കാല്, പിന്നെ ഇത് കൂടാതെ ദുബായിൽ സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ശ്യാമിന് എന്താകണം എന്നുള്ളൊരു കാര്യം കൂടി, അതൊരു വലിയൊരു ഡ്രീമാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാം. പക്ഷെ ഈ 2 കാര്യങ്ങൾ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീഡിയോ അങ്ങനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ആർക്ക് നിങ്ങൾ അറിയാവുന്ന ഇപ്പൊ യൂസുഫ് അലി സാറിനെ പോലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശ്യാമിന്റെ ഈ ഡ്രീം എന്തായാലും സാക്ഷാത്കരിക്കപ്പെടും. ഒരു സ്പോൺസർ വേണം. എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ബട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയത് അതാണ് എന്റെ ഏറ്റവും അൾട്ടിമേറ്റ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പം അടുത്ത കാലത്ത് ഒരുപാട് പേരെ പറ്റി കേൾക്കാറുണ്ട് അതിജീവനം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ജനിക്കുമ്പം ഉണ്ടായിരുന്ന ഒരു അവയവം മുറിച്ചു മാറ്റിയതിന് ശേഷം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ച് പോലും കാണാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ തിരുവനന്തപുരത്തിന് വളരെ അടുത്ത് വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത്. ഇതൊരു ചെറിയ പയ്യനാണ് കേട്ടോ. അത്ര വലിയ, ഞാൻ ഈ അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയൊരു ആളാണെന്നൊന്നും വിചാരിക്കേണ്ട. വേൾഡിലെ തന്നെ ഫസ്റ്റ് ആംപ്യൂട്ടി സ്കൈ ഡൈവർ അല്ലെങ്കിൽ പാരാഗ്ലൈഡിംഗ് പൈലറ്റായിട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരാളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് പുള്ളിയെ പരിചയപ്പെടാം, വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. തിരുവനന്തപുരത്തിനടുത്തുള്ള വിളപ്പിൽശാലയിലാണ് ഞാൻ പറഞ്ഞ ഈ മോൻ്റെ വീട്. ഇപ്പോൾ ആ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറി വരില്ല, വഴി കുറച്ചിടുങ്ങിയതാണ്. നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളിലും
വലിയ കാര്യങ്ങളാണ് ഇവിടെ ഓരോന്നും കണ്ടതും കേട്ടതും ഒക്കെ. ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ലോക റെക്കോർഡൊക്കെ നേടിയ ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. മോനെ പേരെന്താണ്? എന്റെ പേര് ശ്യാംകുമാർ. ഞാൻ ഇവിടെ കാട്ടാട് തന്നെയാണ് താമസിക്കുന്നത്. സോ ഇപ്പൊ 23 വയസ്സായി. ഞാനൊരു വേൾഡ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി സ്കൈ ഡൈവർ ആണ്. വേൾഡ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംപ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റും ആണ്. ഇപ്പൊ 23 വയസ്സേ ആയിട്ടുള്ളൂ. ഈ പ്രായത്തിനുള്ളിൽ എത്ര സർജറി നേരിടേണ്ടി വന്നിട്ട്? 16 സർജറി നേരിട്ടു. പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? 1.5 year ആയി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം. പിന്നെ അടുത്തത് മോൻ ചെയ്തിട്ടുള്ള റെക്കോർഡുകൾ എന്തൊക്കെയാണ്? ഞാൻ സൈക്ലിംഗിൽ 1000 kilometers in 6 days ചെയ്തിട്ടുണ്ട്. 1000 kilometers in 6 days. അതൊരു കിഡ്നി ഒരു ഫെയിലിയർ ആയ ഒരു സിറ്റുവേഷനിലാണ്, ഓൾമോസ്റ്റ് ഫെയിലിയർ ആയ ഒരു സിറ്റുവേഷനിലാണ് പോയി ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? തന്നെ ഒരു ഡെത്ത് റിസ്ക് ഒക്കെ എടുത്തിട്ട് ചെയ്തിരുന്നത്. കാര്യം എനിക്ക് പേഴ്സണലി വേണമായിരുന്നു. കാര്യം ഒരുപാട് റിസ്ക് മുന്നോട്ടുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാലും പിന്നെ മുന്നോട്ട് ഒരു എൻഡ്യൂറൻസ് ആയിട്ടുള്ള ഒരു പരിധിക്ക് അപ്പുറത്ത് പുഷ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. സോ ഒരു എക്സ്ട്രീമിന് മുകളിൽ നിന്ന ഒരു പോയിന്റിലാണ് പിന്നെ എന്താ പറയാ ജീവിതം മുന്നോട്ട് കുറച്ചാൾ ജീവിച്ചാലും ഇവൻ സർജറി കുറെ റിസ്ക് ആയിരുന്നു. എനിക്ക് ജനിച്ചപ്പോൾ 3 കിഡ്നി ആയിരുന്നു. 3 കിഡ്നിയിൽ 2 കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതിന്റെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽട്ടി. ഇപ്പം ന്യൂറോജിക് ബ്ലാഡറൊക്കെയാണ്. അപ്പൊ അങ്ങനെ കുറെ ഒരു മെഡിക്കൽ രീതി പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പോൾ ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ള ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇല്ല, ഞാൻ യൂസ്ഡ് ആണ് അതുമായിട്ട് ഭയങ്കര അതുമായിട്ട്. അത് മാത്രമല്ല ഇപ്പം ഞാനിപ്പം 5 വയസ്സോട്ട് യൂറിൻ ട്യൂബ് എടുക്കുന്ന ആളാണ്. അപ്പം 16 വയസ്സിൽ എനിക്ക് സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ട്യൂബ് ഇടുന്നതിന്റെ കാര്യത്തിൽ കുറെ കൂടെ റിസ്ക് കൂടി. അതായത് 5 മണിക്കൂറിന് അപ്പുറത്ത് ട്യൂബ് ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡെത്ത് ആയി പോകുന്നുള്ള സിറ്റുവേഷൻ വന്നു. അതായത് അങ്ങനെ അതുമായിട്ട് യൂസ് ആയി. ഞാൻ രാത്രി ബാഗ് ഇട്ട് കിടക്കും. യൂറിൻ ബാഗ് ഇട്ടിട്ട് മൈക്രോപോർ ഇട്ട് ജെന്റിലായിട്ട് ഇത് വെച്ചിട്ട് ബാഗ് ഡ്രെയിൻ ചെയ്തിട്ട് കിടക്കും. അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ബട്ട് അത് യൂസ് ചെയ്തിട്ടാണ് മുന്നോട്ട് ലൈഫ് ജീവിക്കുന്നത്. ഓരോ ദിവസം ഓരോ രാത്രി അങ്ങനെയാണ് ജീവിക്കുന്നത്. ഫ്രീഡം ലൈഫ് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് എ പെർസ്പെക്റ്റീവ് ഞാൻ ഇപ്പം ജീവിക്കുന്നു. അങ്ങനെ ഒരു ഫീൽ. രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലെടുത്ത തീരുമാനമാണ് ഇങ്ങനെ പോയിട്ട് സൈക്കിൾ ചവിട്ടാന്നുള്ളത്. ഇതൊരു പേഴ്സണലി ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു. കാര്യം ഞാൻ അതുകൊണ്ട് ആരും അറിയിക്കാതെ പേഴ്സണലി ആയിട്ട് എനിക്കത് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയി ചെയ്യുന്നത്. പിന്നെ അതിന് മുന്നേ ആലപ്പാടിന്റെ ഒരു ഇതൊക്കെ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് അപ്പോഴേക്ക് ചുമ്മാ ഒരു റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 250 kilometers in 12 hours ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. കാസർഗോഡ് വരെ അല്ലല്ല, ഇവിടെ ആലപ്പുഴ വരെ. അല്ലാതെ കാസർഗോഡ് വരെ പോയി, കാസർഗോഡ് കണ്ണൂർ വരെ പോയതാണ്. മറ്റേ 1000 kilometer ചുറ്റി ഗവിയ വഴിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ലോങ് റൂഡ് എല്ലാം കൊണ്ടുപോകും. ഞാൻ ബാഗ്, യൂറിൻ ട്യൂബ് ആൻഡ് എല്ലാം ഒരു 25 kg അടുത്ത് ഞാൻ ബാഗിലെല്ലാം പാക്ക് ചെയ്ത് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടാണ് പോയത് ആ റൈഡ് ചെയ്തപ്പോഴത്തേക്ക്. മറ്റേ റൈഡ് ഞാൻ കംപ്ലീറ്റ്ലി യൂറിൻ ട്യൂബ് ഇട്ടാണ് പോയത്. അതിന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ 11 kilometer ആയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഇട്ടിട്ട് പോയ ട്യൂബ് കുറച്ചൊന്ന് മാറിയിരുന്നു. അപ്പം ഇത് ബ്ലാഡറിൽ ഉരയാൻ തുടങ്ങി. അപ്പോൾ ബ്ലാഡറിൽ ഉരഞ്ഞ് പിന്നെ അത് മുറിയാൻ തുടങ്ങിയപ്പോൾ നല്ല പെയിൻഫുൾ ആണ്. ബ്ലാഡറിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പെയിൻഫുൾ ആണ്. പിന്നെ അന്ന് എൻ്റെ ബ്ലാഡർ ഓഗ്മെന്റേഷൻ ചെയ്തിരിക്കുന്ന ബ്ലാഡറും കൂടെയാണ്. അതായത് കുടലിന്റെ ഒരു പാർട്ട് വെച്ച് ബ്ലാഡറിനെ വലുതാക്കിക്കുക. അത് ഓഗ്മെന്റേഷൻ എന്ന് പറയും. ബ്ലാഡർ ഓഗ്മെന്റേഷൻ ഭയങ്കര വലിയൊരു സർജറി ആയിരുന്നു. അത് ചെയ്തിട്ടുള്ള ബ്ലാഡറാണ്. അപ്പം ബ്ലാഡറിൽ മുറിവുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ആ മുറിവും വെച്ചിട്ട് ഞാൻ 115 kilometers ഞാൻ റൈഡ് ചെയ്ത് അവിടെ നമ്മുടെ ആലപ്പുഴ എത്തിയിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഈ സൈഡിൽ ബട്ടക്സ് ഇല്ല. സോ അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ വന്നിട്ട് അവിടെ ഒരു കീറിപ്പോയി മൊത്തത്തിൽ ഈ ഒരു പോർഷൻ മൊത്തം. അപ്പം ഫ്രിക്ഷൻ ഈ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ സാഡിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഫ്രിക്ഷൻ വരും. പിന്നെ ഞാൻ റൈഡ് ചെയ്യാൻ ചൂസ് ചെയ്ത ഒരു വേ എന്ന് പറഞ്ഞ ഒരു കടലിന്റെ സൈഡിലാണ്. അപ്പം ക്രോസ് വിൻസ് ഉണ്ടാവും. ക്രോസ് വിൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ ഒരുപാട് എഫേർട്ട് വന്നിട്ട് ഈ കാലിൽ ഒരൊറ്റ തൊലിയില്ലായിരുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടുകൊണ്ട് ഒറ്റ തൊലിയാണ്. എത്തി. എന്നിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ തിരിച്ച് ഡിസൈഡ് ചെയ്തു ഇങ്ങോട്ട് ചവിട്ടാന്നുള്ളത്. അവിടെ എത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫുൾ ബാഗ് മൊത്തം ബ്ലഡ് നിറഞ്ഞേക്ക്. ഈ യൂറിൻ വരഞ്ഞിട്ട് ഈ ബ്ലാഡർ വരഞ്ഞിട്ട് ബ്ലഡ് വന്നോണ്ടിരുന്ന ഫുൾ തോന്നില്ല. ഇത്രയും റിസ്ക് എടുക്കുന്നത് ഡോക്ടർമാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ് യൂസ്ഡ് ആണ് എന്റെ അടുത്ത്. ഞാൻ ഇപ്പം പല കാര്യങ്ങളും ചെയ്തിട്ട് ചെല്ലുമ്പോഴാണ് അവർ അറിയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട്. ഇവൻ എന്റെ അമ്മ പോലും അറിയുന്ന പലപ്പോഴും അങ്ങനെയാണ്. പണ്ടൊക്കെ ഞാൻ സൈക്ലിംഗ് തുടങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ചെയ്തിട്ട് വന്നിട്ടാണ് അമ്മ അറിയുന്നത് ഞാൻ ഇത്രയും ദൂരമൊക്കെ പോയെന്ന്. അമ്മ ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പിന്നെ ഓരോ ആൾക്കാരൊക്കെ വന്ന് എന്റെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോഴാണ് അമ്മ മനസ്സിലാക്കിയത് ഓക്കെ ഇത്രയും ദൂരമൊക്കെ ഞാൻ പോയി ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ അമ്മ മനസ്സിലാക്കിയതൊക്കെ. പിന്നെ അല്ലാതെ ഞാൻ പറയുന്നത് ഒരു അമ്മ കേട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയാം. കാര്യം പണ്ട് തൊട്ട് ഈ ട്രാവൽ ചെയ്യാന്നുള്ള സംഭവത്തിലൊന്നും ഫിനാൻഷ്യലി ഒന്നും അച്ഛൻ കൂലിപ്പണിയാണ്. അപ്പം ആ ഒരു സംഭവത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സൈക്ലിംഗ് തുടങ്ങിയ ശേഷമാണ് ഞാൻ ആ ഒരു സംഭവത്തിലോട്ട് വരുന്നത്. പിന്നെ എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത് യാത്ര എന്നുള്ളൊരു സംഭവത്തിനോട് അതിയായ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു.
അങ്ങനെ ആ ഇഷ്ടം കൂടി. ഇപ്പൊ നമ്മളൊരു ഒരു ക്ലൈംബ് ചവിട്ടി, ഒരു അത്യാവശ്യം ഒരു ടെറൈൻ ആയിട്ടുള്ള ക്ലൈംബ് ചവിട്ടി മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതിൽ ഹാർഡ് വർക്ക് ഉണ്ട്. ആ ഹാർഡ് വർക്കിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഒരു ഇതായിരുന്നു. കാര്യം പണ്ട് തൊട്ട് പെയിനുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ദേഷ്യമൊന്നുമില്ല ജീവിതത്തിനോട് ഇങ്ങനെ മറ്റുള്ളവര് ഇപ്പൊ കൂടെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെ നടക്കുകയും ഇതൊക്കെ കാണുമ്പോ വിഷമം തോന്നാറുണ്ടോ? മനുഷ്യന് വിഷമം തോന്നാറുണ്ട്. മാനസികമായി ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാവരും ജീവിക്കുന്ന ഒരു ആക്സെപ്റ്റിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നോർമലി ഒരു ജീവിതം ലീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ട് കുറെ റിസ്കുകളുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും റിസ്കുകളെല്ലാം ഉണ്ട്. ബട്ട് അതാണ് ഞാനിപ്പം ഈ ഒരു പോർഷനിലോട്ടൊക്കെ എത്തിയത്. ഇങ്ങനെ ഒരു പുഷിംഗ് ലെവലിലോട്ട് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴാണോ പോസിബിൾ ആണ് അങ്ങനെ ഒരു സാധനം. അങ്ങനെ ആ റൈഡ് ഞാൻ 115 കിലോമീറ്റർ ചവിട്ടി. പിന്നെ അവിടെ ഞാൻ തിരിച്ച് ഡിസൈഡ് ചെയ്തു. അപ്പം എന്റെ കൂടെ ഇങ്ങോട്ട് ചവിട്ടാൻ കുറച്ച് 2 പേര് ഉണ്ടായിരുന്നു. എൻഡ് ചെയ്തു. അല്ല, എന്നിട്ട് ഈ പെയിൻ വെച്ചിട്ടാണോ തിരിച്ച് ചവിട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഹോസ്പിറ്റലിലൊന്നും ഞാനൊന്നും കാണിച്ചൊന്നുമില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ തിരിച്ചു ചവിട്ടാൻ നോക്കും. ഇപ്പൊ തിരിച്ചു ചവിട്ടാൻ നോക്കിയപ്പോഴത്തേക്ക് കാല് മൊത്തം തൊലിയൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ഒറ്റ പോഷൻ പോലും തൊലിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം ചവിട്ട് തുടങ്ങിയപ്പോൾ നല്ല നീറ്റിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നീറ്റിലൊരു പരിധിക്ക് അപ്പുറത്ത് നമുക്ക് ഹോൾഡ് വെച്ച് ചവിട്ടാൻ പറ്റത്തില്ല. അപ്പം അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ പാസിക് ടേപ്പ് ഉണ്ടല്ലോ, ബ്രൗൺ ടേപ്പ്, അത് വാങ്ങിച്ച് ഏറ്റവും ഷിറ്റ് ടൈറ്റ് ചെയ്ത് വെച്ച്. അല്ല, ഞാൻ തന്നെ ചെയ്തു. അത് ആരും അറിയിച്ചില്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ആരും അറിയിച്ചില്ല. അറിയത്തില്ല. യൂസ്ഡ് ടു ദാറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഇതെടുത്ത് എനിക്ക് തിരിച്ചു ചവിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആ ഒരു സാധനത്തിന് തിരിച്ചിവിടെ എത്തി വീണ്ടും ഇതുപോലെ ഒരു കവർ അമ്മയൊക്കെ അറിയുന്നതിന് മുന്നേ ഞാൻ അവിടെ വഴി വെച്ച് ആ യൂറിൻ ബാഗ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്ത് കളഞ്ഞു. അത് കളഞ്ഞിട്ട് ആ ബാഗ് ഫുൾ ബ്ലഡോടെ തന്നെ കളഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ആരും അറിയിക്കാതെ കയറി കിടന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു? അല്ല, അത് പിന്നെ അറിഞ്ഞില്ല. കുറെ നാളെ ഞാൻ പിന്നെ ഒരു 1 വീക്കോളം ഞാൻ വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്ത്. ഈ മുറിവൊക്കെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിന്നെ പയ്യെ ഞാൻ റിക്കവർ ആയി വന്നു. ബ്ലഡൊക്കെ പോയി എൻ്റെ ആ ഒരു റിക്കവറി ഒക്കെ പിന്നെ പയ്യെ ഉണ്ടായി. അങ്ങനെയൊക്കെ യൂസ്ഡ് ആയി അതുമായിട്ട്. കിഡ്നി മാറ്റി വെച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പൊ 1.5 വർഷമായി. അമ്മ തന്നെയാണ്. അതൊരു റിസ്കി സിറ്റുവേഷൻ. ഇപ്പൊ ഹാർട്ടിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നത്. ഇപ്പൊ ഡയാലിസിസ് കംപ്ലീറ്റ് ഈ വെയിൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഇപ്പം ഇവിടെ ഒരു ഇത് വെച്ച് സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട്. കൈവച്ച വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അറിയാം. അപ്പം ഇതിലാണ് നമ്മൾ ഈ ഇതെടുത്തോണ്ടിരുന്നത്, ഹീമോഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹീമോഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് 3 വർഷത്തോളം. 3 വർഷം ഫുള്ളല്ല, 2.5 വർഷത്തോളം, ഏതാണ്ട് 3 വർഷം. മാറ്റിവെച്ചതിന് ശേഷം എനിക്ക് റിജക്ഷൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹൈ റിജക്ഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് സ്റ്റെറോയിഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് നോർമലി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞുള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് എനിക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ എനിക്ക് ഒരു പരിധിക്ക് അപ്പുറത്ത് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല എൻ്റെ മസിൽസ് കൊണ്ട്. കാര്യം നമ്മൾ ടോക്സിൻസ് എടുക്കുന്നതിന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെറോയിഡ്സ് എടുക്കേണ്ടി വരും. സ്റ്റെറോയിഡ്സ് എടുത്താൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് ഈ സർജറി കഴിഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സ്റ്റെറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടേഴ്സിൻ്റെ ഈ ഒരു കാര്യം 16 വർഷം വരെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ജീവിച്ചത്. ഈ ഒരു ആക്സിഡന്റിലാണ് ജീവിച്ചത് മൊത്തം. അപ്പൊ ഇനിയും എന്താ പറയുക, വീട്ടിൽ കിടന്ന് ജീവിക്കുന്നതിനേക്കാളും ഇപ്പം 16 വർഷം ഞാൻ വീട്ടിനകത്തിരുന്നു. അപ്പം ആ ഒരു ലൈഫ് പിന്നെ ഇത്രയും സ്ട്രഗിൾസോടെ ജീവിച്ചത്. അപ്പൊ ഇനിയും ആ ഒരു സ്ട്രഗിളിൽ വീണ്ടും വീട്ടിൽ കിടക്കാതെ അവന് ഇഷ്ടമുള്ള കുറച്ച് ദിവസം ജീവിച്ചോട്ടെ. പക്ഷെ എന്താ പറയുക, ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഈ പറഞ്ഞ അവന് ഫിസിക്കലി അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് കുറച്ച് ദിവസം അങ്ങനെ അവന് ജീവിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. അതായത് കുറെ ലോങ് ടേമിൽ നമ്മൾ ഈ പറഞ്ഞ സപ്രസൻസിന് കൊടുത്ത് ഇപ്പം നമ്മുടെ സപ്രസൻറ്റ് കൂടെ നമ്മൾ സ്റ്റെറോയിഡ്സ് കൂടെ ജീവിക്കുന്നതിനേക്കാളും വീട്ടിലിരിക്കുന്നതിനേക്കാളും എത്ര ബെറ്റർ ആണ്. എനിക്ക് ആ സ്റ്റെറോയിഡ്സ് മാത്രം എടുത്താലും അതൊരു സ്ലോ പോയിസൺ ആയിട്ട് വർക്ക് ചെയ്താലും ബട്ട് ആസ് എ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ രീതിയിൽ എനിക്ക് കുറച്ച് നാൾ ജീവിക്കാൻ പറ്റും. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ ഞാനിപ്പം ഈ ഒരു സാധനത്തിലോട്ടൊക്കെ വരുന്നത്. ഒരു ഡെത്ത് റിസ്ക് ഒക്കെ എടുത്ത് പിന്നെ ഒരു സിറ്റുവേഷനിലാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നത്. മോൻ പറഞ്ഞ ചില കാര്യങ്ങള് ജീവിക്കുന്നിടത്തോളം കാലം അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. മരണം എല്ലാവർക്കും ഉണ്ട്. എപ്പോൾ സംഭവിക്കുന്നു നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ അത് ഞാൻ ഒരിക്കൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു എന്താണ് ആ ഫീൽ എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ കയ്യിലല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്തായാലും അമ്മയോട് നമുക്കൊന്ന് സംസാരിക്കാം. അമ്മയുടെ പേരെന്ന് പറഞ്ഞാല്? സരള. ജനിച്ചപ്പം മോനിങ്ങനെ പ്രശ്നങ്ങളെന്നൊക്കെ അറിഞ്ഞാൽ നമ്മുടെയൊക്കെ യങ് ഏജ് ആണല്ലോ അത്. ആ സമയത്ത് എങ്ങനെയായിരുന്നു മാനസികമായിട്ട്? അല്ല, ജനിച്ച ഉടനെ എനിക്ക് എൻ്റെ അടുത്ത് ഡോക്ടർമാർ തുടച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് കാണിക്കുമല്ലോ കുട്ടിയെ. ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ ഒരു ടെസ്റ്റിസേ ഉള്ളൂ, കാലിങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ഇനി പിന്നീട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ആളുകൾ പെരുമാറുന്ന രീതി എല്ലാം ഇപ്പം നമുക്ക് ഒരുപോലെ അല്ലല്ലോ.
എന്ന് പറഞ്ഞു ഇനിയിപ്പം നിങ്ങളുടെ കുട്ടിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു കളയരുത്, ഇത് നിങ്ങളുടെ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞു. പക്ഷെ ഇവരെ കൊണ്ടുപോയി കാണിച്ച് പോയതിനു ശേഷം തോന്നി ഞാൻ വിചാരിച്ചു എന്തായാലും ഈ രാവിലെ നിന്ന് ഞാൻ പുറത്ത് കണ്ണു തുറക്കാതെ അതായത് മരിച്ചിട്ട് പോയാലും കുഴപ്പമില്ല. കാരണം എനിക്ക് അവനെ കണ്ടപ്പോഴത്തേക്ക് അത്ര ഒരു ഇതായിരുന്നു ഫീലിംഗ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. പിന്നെ പുറത്ത് വന്ന് 19 ദിവസം വരെ പറയുമ്പോൾ കണ്ണീര് തോർന്നിട്ടില്ല. 17 ദിവസം വരെ SAT കിടന്നു, പ്രസവ വാർഡിൽ. പിന്നെ 15 അപ്പുറത്ത് സർജറി വാർഡിലോട്ട് മാറ്റി, ഇവനൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 18 ഓപ്പറേഷൻ ചെയ്തു. 19 തീയതി 19 ദിവസമായപ്പോൾ വീട്ടിലോട്ട് വിട്ടു. ഒരു ദിവസത്തെ ഇതേണ്ടായിരുന്നുള്ളൂ. അത് മൂത്രം പുറത്ത് സ്പീഡായിട്ട് വരുന്നില്ല, ട്യൂബിലൊരു അടപ്പ്, അങ്ങനെ അതിനൊന്ന് ഇതാക്കിയതാണെന്ന് പറഞ്ഞു. അത് പിന്നെയാണ് 2.5 മാസമായപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ. അതായത് കാലിലെ ഒട്ടിയിരിക്കുന്ന ഭാഗത്ത് ഒരുപാട് ഒട്ടിയിരിക്കുകയാണ്. അപ്പം ഈ താറാവിന്റെ കാലിന്റെ ഇടയ്ക്കുള്ള ഒരു തൊലി പോലെയല്ലേ, അതിന്റെ പോലെയാണ് ഈ വാക്കിൽ ഒട്ടിയിരുന്നപ്പോഴത്തേക്ക് ഉള്ളത്. അപ്പൊ ആ ഒട്ടിയിരിക്കുന്ന അത് വിടിയിക്കണമെന്ന് പറഞ്ഞു. അതായത് ഈ വെളിക്കൊക്കെ പോവുമെങ്കിൽ അതിലോട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അതിരുന്ന് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള ആ തൊലി കട്ട് ചെയ്ത് മാറ്റണമെന്ന്. അങ്ങനെ ആ തൊലി 2.5 മാസമുള്ളപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. എത്ര സർജറി ഇപ്പം 16ാമത്തെ സർജറിയാണ് കിഡ്നി മാറ്റി വെക്കൽ. അമ്മയുടെ മനസ്സിനകത്ത് എങ്ങനെയായിരുന്നു? മനസ്സിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഇവനെ എനിക്ക് നേരാക്കി എടുക്കുക, ഡോക്ടർമാര് ആ ഒരു ഇതുണ്ട്. അതായത് തന്നെ അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അവനെ ഒന്ന് ഇതാക്കി എടുക്കുക. അപ്പൊ അതിന് ഡോക്ടർമാർ പറയുന്നതന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർ പറയും ഇന്നത് ചെയ്താൽ ഇന്ന രീതിക്ക് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെയാണ് പറയുന്നത്. കൊടുത്തിട്ട് അതിന്റെ മൂട്ടിലിരിക്കുക, ഓപ്പറേഷൻ കഴിഞ്ഞേക്ക് കൈ കിട്ടുക. ആദ്യമൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്നിട്ട് കൈയും കാലം കെട്ടിയിടാൻ വരും. കാരണം കുട്ടികളെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞാൽ അവർ കൈയും കാലം കെട്ടിയിടും. ആദ്യത്തെ പ്രാവശ്യം പോലെ കെട്ടിയിടാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, മോന്റെ കൈയും കാലം കെട്ടിയിടുന്നത്. അയ്യോ അത് വേണ്ട എന്നുള്ളതായിരുന്നു. അവർ കുറച്ചു നേരം ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പൊ കെട്ട ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് എത്ര ബലം കൊടുത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റും? ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നു. ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലം കഴിക്കുമ്പോഴേക്കും നീങ്ങാൻ തുടങ്ങി. ഞാൻ പിന്നെ സിസ്റ്ററെ പെട്ടെന്ന് വന്ന് കൈകളും കെട്ടിക്കും, അതന്നെ ഓക്കെ ആയിട്ടുള്ളത്. പിന്നെ കൈയും കാലും വന്ന കൊണ്ടുവന്നെ പറയും കെട്ടിക്കോ കെട്ടണേ എന്ന് പറയും. അവര് സിസ്റ്റർമാര് പറയും കെട്ടിക്കോളാം, ഞങ്ങൾ കെട്ടിക്കോളാൻ പറയും. കാരണം നമുക്ക് പിടിച്ച് അമക്കാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഏത് ഭാഗത്ത് പിടിക്കും, ഞങ്ങൾ കുഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ തേലി കെട്ടിയിട്ട് അങ്ങനെയാണ് നോക്കണേ. അങ്ങനെ അമ്മ ഇപ്പൊ ഈ കിഡ്നി കൊടുക്കേണ്ടി വന്നല്ലോ, അപ്പൊ അമ്മയാണ് കിഡ്നി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു സർജറി വന്നപ്പം എങ്ങനെയാണ് മനസ്സിനകത്ത് എന്തായിരുന്നു? എനിക്ക് എങ്ങനെയെങ്കിലും അവന് കിഡ്നി കൊടുക്കണമെന്നേ ഉള്ളതെന്നുള്ളൂ. അമ്മയ്ക്ക് ഇപ്പൊ മോനെ പറ്റി അഭിമാനം തോന്നുന്നില്ല? ഇത്ര റെക്കോർഡൊക്കെ വാങ്ങി. പിന്നല്ലാതെ അല്ലെ അന്ന് കരയുന്നതിന് ഇന്നായിരുന്നാലും എനിക്ക് കരയാൻ താമസമൊന്നുമില്ല, കരയും. പക്ഷെ എനിക്ക് പിന്നെ കരയുക എന്നുള്ളതിനെക്കാട്ടിലും ഇപ്പം ഇത് പറയുമ്പോൾ അമ്മ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം ചെയ്യാറങ്ങുമ്പോ എനിക്കൊരു പേടിയുണ്ട്. ഉള്ളത് പറയാം, എനിക്കൊരു പേടിയുണ്ട്. അതെ, ഈ മോന്റെ കാല് ഇപ്പൊ സാധാരണ എല്ലായിടവും കൃത്രിമ കാലുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതെന്താ വെക്കാത്തത്? അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഇരുന്നതാ. അതിങ്ങനെ 2 വർഷം കൂടി 3 വർഷം കൂടുമ്പോഴേ ഞങ്ങൾക്കത് പുതിയതൊന്ന് അത് എഴുതി ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കിട്ടുള്ളായിരുന്നു. അങ്ങനെ ഈ സൈക്കിളിലൊക്കെ ഇങ്ങനെ ആലപ്പാടും ഒക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു സ്ഥാപനം ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തതാ ഒരു കാല്. ആ കാല് വെച്ച് ആ കാലും വെച്ച് ചവിട്ടുമായിരുന്നു. ആ കാല് വയ്ക്കാലും ചവിട്ടും. പിന്നെ ആ കാല് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ ഈ 2 മാസമായിട്ട് അതങ്ങ് പൊട്ടിപ്പോയി. ഇടയ്ക്ക് ചുരുക്കി പൊട്ടി അതിനു മുമ്പ് അത് ചീത്തായി അവർ സ്വയം നന്നാക്കി തരുമായിരുന്നു. പിന്നെ ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും അവര് സഹായ ഹെൽപ്പ് വേണമെന്നില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ പറഞ്ഞ ഇടയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് പൈസ ഈ പ്രശ്നമായി കിട്ടിയ പൈസയൊന്നും എടുത്ത് ചിലവാക്കി ആ കാലം നന്നാക്കി കൊണ്ടുവന്നു. 1 മാസം 2-3 മാസം ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് വീണ്ടും പൊട്ടി അങ്ങ് കൊടുത്തിന് ഇപ്പൊ എത്ര ലക്ഷം രൂപ വേണ്ടിയിരുന്നില്ലേ അത് നന്നാക്കണേ. അത് കാരണം അതുപോലെ ഇപ്പൊ ഗവൺമെന്റ് നമ്മൾ എഴുതിയിട്ടിട്ട് 2 വർഷം ആയില്ല. അതുകൊണ്ട് നമുക്ക് മുമ്പ് സീനിയാരിറ്റി ഉള്ളവർക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് കാല് കിട്ടുകയുള്ളൂ. അപ്പൊ അത് കാരണം ഒരു പഴയ കാലുണ്ട്, ആ കാലിനെ മാറ്റണമെങ്കിൽ അതിനെ നന്നാക്കി നമുക്ക് വലുതാക്കാക്കൂല. അപ്പൊ അതുകൊണ്ട് ഇനി പുതിയ നമുക്കൊന്ന് കിട്ടിയാലേ അതിന്റെ കാലം മാറ്റണം. മറ്റേ കാലാണെങ്കിൽ നമുക്കത് അവർ പൊക്കി വെച്ച് തരുമായിരുന്നു. പക്ഷെ ഇത് ഈ രീതിക്കുള്ളത് പൊക്കാക്കൂല. അപ്പൊ ഇത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പോയി പറഞ്ഞപ്പോഴത്തേക്കും ഇത് അവിടെ കുറച്ച് ഇത്രയും ഭാഗം വെച്ച് ഫിറ്റ് ചെയ്ത് തന്നു. അപ്പൊ ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്നത് പുതിയ ഞങ്ങൾ എഴുതിയിട്ടേക്ക. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയും വെച്ച് അന്വേഷിച്ചു, കുറഞ്ഞ് സീനിയാരിറ്റികളൊക്കെ കഴിഞ്ഞിട്ട്
തരാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോവാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കേണ്ട, കറണ്ട് പോയിരുന്നു. അപ്പൊ എല്ലാം കൂടെ കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ലൈറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഓന് ഇപ്പൊ സ്കൂളില് പോകുന്നുണ്ടായിരുന്നോ? സ്കൂളിലുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജനിച്ച ആ സമയത്ത് പിന്നെ LKG പോയി തുടങ്ങിയപ്പോൾ ഇതുവഴി ഇങ്ങനെ യൂറിൻ തുറന്നു വിട്ടിരുന്നതാണ്. പിന്നെ അതുവഴി ഇങ്ങനെ യൂറിൻ വിട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം തുണി മാറ്റി വെക്കണം. പിന്നെ തുണി ഒരുത്തിപ്പോ തന്നെ നനയും, ഫുള്ളി നനയും. അപ്പൊ അതിന്റെ സ്മെല്ല് കാരണം പിള്ളേർ നടത്തിരുത്തത്തില്ലായിരുന്നു. അപ്പൊ ഒരു 8ാം ക്ലാസ് വരെയും ഫ്രണ്ട്സ് ഒന്നും ഇല്ല, അടുത്തിരിക്കത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. കാര്യം ആൾക്ക് സ്മെല്ലൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംഭവമാണ്. കാര്യം നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ബാഡ് സ്മെല്ല് വന്നെങ്കിൽ നമ്മൾ അവരെ അടുത്തിരിക്കത്തില്ല. അവർക്കൊന്നും സംസാരിക്കാനുള്ള വയസ്സില്ല, അവർക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം. ഒരുപാട് ബുള്ളിങ്ങും ഒരുപാട് അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറെ എന്നെ 8ാം ക്ലാസ് വരെയൊക്കെ എടുത്തിട്ട് ഇടിക്കുമായിരുന്നു പിള്ളേരൊക്കെ. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ ചെയ്തു. എനിക്ക് അന്ന് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ചെയ്യത്തില്ലായിരുന്നു. കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിന്നെ അടിച്ചാൽ നീ തിരിച്ചടിക്കരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാര്യം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെയാണ് ഒരു പോയിന്റിൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്നെ അടിക്കുന്ന ഇപ്പം ഞാൻ 8ാം ക്ലാസ് തുടക്കത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ പാട്ടക്കാലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കും, ഒരുപാട് രീതിയിലൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്ന വളരെ കുറവായിരുന്നു, പക്ഷെ ഞാൻ 10ാം ക്ലാസ്സും +1 +2 ഒക്കെ എഴുതി ഫസ്റ്റ് ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടെ തന്നെ പാസ്സായതൊക്കെ. ഇത് എപ്പോഴാണ് ഇങ്ങനെ മനസ്സിനകത്ത് എനിക്ക് ഒരു പേരെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്യണം, എന്റെ ലൈഫിൽ വേറെ ഒരു ചോയ്സിലും എനിക്ക് ഇമോഷൻസോ ഈ ടെസ്റ്റസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുക, ഇപ്പൊ പാർട്ണർഷിപ്പോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ കുറെ റിയലൈസേഷൻസ് ഒക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഞാൻ അതെല്ലാം യൂസ്ഡ് ആയി. അതൊക്കെ എനിക്ക് 16 വയസ്സുള്ളപ്പോഴുള്ള സർജറിയിലാണ് എന്റെ ടെസ്റ്റസ് വയറ്റിനകത്തുനിന്ന് കണ്ടെത്തുന്നത്. ജനിച്ചപ്പം കാണാനില്ലായിരുന്നു, ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. അത് 16 വയസ്സിലാണ് കണ്ടെത്തുന്നത്. അത് അപ്പം തന്നെ റിമൂവ് ചെയ്തു, വയറ്റിനകത്തുനിന്നായതുകൊണ്ട് റിമൂവ് ചെയ്തു. പിന്നെ അതിനുശേഷം അതിനായിട്ടുള്ളൊരു റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ലൈഫ് ലീഡ് ചെയ്യേണ്ടി വന്നു. ഇനി മുന്നോട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണം, അതെന്താണെങ്കിലും അങ്ങനെ ഒരു. അപ്പം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞാനിവിടെ നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തോഷപ്പെടുത്തണം. അതത്രേ ഉള്ളൂ. അത് സന്തോഷപ്പെടുത്തുന്നതിനപ്പുറത്ത് ഞാൻ ജീവിക്കണം എന്നുള്ള സാധനം ഉണ്ടായിരുന്നു എനിക്ക്. അതിനാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. ആ ഒരു റിയലൈസേഷൻ വന്നത് ഈ ഒരു 16 വയസ്സ്. ഇല്ല, അപ്പോഴൊക്കെ ഈ സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്ന സാധനത്തിന്റെ എക്സ്ട്രീം ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ കുറെ ലൈഫിലൊക്കെ ജീവിച്ചിട്ടുണ്ട് ആ ഒരു ആക്സിഡന്റിൽ. കാര്യം നമുക്ക് ലൈഫിൽ വേറെ ഒന്നുമില്ലല്ലോ, ജീവിക്കാനെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ നല്ലതെന്ന് പറയാനുള്ള ഒരു ചോയ്സസോ അങ്ങനെ ഒന്നും എനിക്കില്ലല്ലോ. അപ്പൊ ആ രീതി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഒരു മുന്നോട്ടൊരു പുഷ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലതും സ്റ്റാർട്ട് ചെയ്യുന്നതും പലതും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാം. മോനിപ്പോ പറഞ്ഞ് നമുക്കറിയാം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട്, വീട്ടിൽ ഫാമിലി പക്ഷേ സപ്പോർട്ടായിരുന്നു, അമ്മ. പക്ഷെ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്, എല്ലാവർക്കും പരിധികളുണ്ട്. അപ്പം അവരും ഈ പറഞ്ഞ ഇപ്പം അമ്മയ്ക്കാണെങ്കിലും എന്നെ പണ്ടോട്ട് കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അനിയത്തിയാണെങ്കിലും പണ്ടോട്ട് കാണുന്നതിനാണ്. അപ്പം അവരെന്നെ നോർമലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അന്ന് വന്നു. ബട്ട് ആ ഒരു ട്രീറ്റ്മെന്റിനപ്പുറത്ത് ഞാൻ ജീവിക്കുന്നുണ്ട്, മനസ്സിലായോ? ആ ട്രീറ്റ്മെന്റ് അവര് കണ്ട് യൂസ്ഡ് ആണ്. പിന്നെ എപ്പോഴും വിഷമം പറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവിന്റെ ഒരു ത്രഷോൾഡ് നമുക്ക് എപ്പോഴും സഹകരിച്ചിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണാനും പറ്റത്തില്ല. അപ്പൊ അവർക്ക് ഒരു പരിധിക്കപ്പുറത്ത് പുഷ് ചെയ്ത് തന്നെ നിർത്തുക എന്നുള്ളതും ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം അവരും സ്ട്രഗിൾസിലാണ് ജീവിക്കുന്നത്. അതായത് പെയിൻ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അപ്പം ലൈഫിൽ ഒരു പരിധിക്കുള്ള ഇമോഷൻസിന്റെ പുറകിൽ എനിക്ക് പോകാനോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു എക്സ്പോഷർ കിട്ടാനോ ഉള്ള ഒരു ചാൻസസ് ഇല്ല. അല്ലെങ്കിൽ ലൈഫിൽ അങ്ങനെ ഒരു പ്രിവിലേജ് ഉള്ള ആളല്ല, കംപ്ലീറ്റ്ലി അൺപ്രിവിലേജ്ഡ് ആയിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പം ബുള്ളിങ്ങിന്റെ ഒരു എക്സ്ട്രീം ആണെങ്കിലും ലൈഫിൽ നിന്ന് കിട്ടിയതും ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു ഇമ്പാക്ട് ആണെങ്കിലും ലൈഫിൽ ഒരു പോയിന്റ് പോലും ഒരു ആക്സെപ്റ്റ് പോലും ഓക്കെ അല്ല, ഫിനാൻഷ്യലി ഫിസിക്കലി മെന്റലി ഒരു രീതിയിലും ഓക്കെ അല്ല എന്നുള്ള സൈഡിൽ നിന്നാണ് ഞാൻ പുഷ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് അത്രയും ഡൗൺ ടു ഒരു സ്ഥലത്ത് നിന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം വളരെ വലുതായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും. സൈക്ലിംഗ് എന്നുള്ള ഒരു ആശയം എങ്ങനെ മനസ്സിലായി? അത് പിള്ളേർക്ക് താഴെ ഞാനിങ്ങനെ വീട്ടിനകത്ത് ഇരുന്നപ്പോഴത്തേക്കും 10-16 വർഷം ഞാൻ വീട്ടിനകത്ത് ജീവിച്ചു. അപ്പം ആ വീട്ടിനകത്ത് ഇരുന്നിട്ട് താഴെ പിള്ളേരൊക്കെ ഇങ്ങനെ സൈക്ലിംഗ് കൊണ്ട് സ്കിഡ് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും എനിക്കൊരായിരുന്നു. ഞാൻ അവരുടെ ഇറങ്ങി പോയിട്ട് ഞാൻ എന്റെ കാല് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ട് ഇങ്ങനെ സ്കിഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. കാല് ഔട്ടർ സബ്ജക്റ്റ് ആണ്. അപ്പം അത് ഞാൻ സ്കിഡ് ചെയ്ത് കാണിച്ചു. പിള്ളേരൊക്കെ എന്നെ ചിരിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു സൈക്കിൾ എടുക്കും. എന്നിട്ട് ഞാൻ ഒരു 4 മാസം എന്റെ പെൻഷൻ പൈസ കൂട്ടി വെച്ചിട്ട് ചെറിയ സൈക്കിൾ എടുത്തു. എന്നിട്ട് ഒരാഴ്ച ഞാൻ ചവിട്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ കുറേ പ്രാവശ്യം വീണു. അമ്മയൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ നോക്കണ്ട അത് വിട്ടേക്ക്. കാര്യം നമ്മളിനിയിപ്പം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് ഇടിയൊക്കെ പറ്റണമെങ്കിൽ എല്ലായിടത്തും സർജറിയാണ്, എവിടെ തൊട്ടും സർജറിയാണ്. അപ്പം അങ്ങനെ ഒരു ബോഡി വെച്ചിട്ട് വീണ് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇന്റർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ ഈസിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോകാനുള്ള പേടി കാരണമാണ് പിന്നെ അത് സ്റ്റോപ്പ് ആവുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അത് പഠിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിലായി. പിന്നെ ഞാൻ ഒരാഴ്ച കൊണ്ട് പഠിച്ച് ഈ ഒരു തിങ്കളാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച ഞാൻ പഠിച്ചു, സൈക്കിൾ ഓടിക്കാൻ ഞാൻ പഠിച്ചു. പിന്നെ അതിനുശേഷം ആ ഒരു സ്ട്രഗിളിൽ നിന്ന്
പിന്നെ ആ ഒരു സ്കില്ല് പഠിച്ചപ്പോഴാണ് പിന്നെ സ്കിൽസിനോടുള്ള ഒരു താല്പര്യം വരുന്നത്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് പിന്നെ ആദ്യം ഈ പിള്ളേരുടെ ഇടയിൽ തെങ്ങ് കയറുക എന്നുള്ള സംഭവത്തിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ അതിനുശേഷം ചെറിയത് 5 ദിവസം എടുത്ത് തെങ്ങ് കയറാൻ, അത് കഴിഞ്ഞ് സ്വിമ്മിങ് ഒരു 5-6 ദിവസം എടുത്തു അത് പഠിക്കാൻ. അങ്ങനെ പിന്നെ മൗണ്ടനറിങ് ഇങ്ങനെ ക്ലൈംബ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് പഠിക്കാൻ 5-6 ദിവസം എടുത്തു. ഇങ്ങനെ തെങ്ങ് കയറുമ്പോൾ ക്ലൈംബിങ് സ്കിൽസ് ഉണ്ട്, അപ്പോൾ സ്കിൽസ് എങ്ങനെ നമുക്ക് മൗണ്ടനറിങ് യൂസ് ചെയ്യാം, അങ്ങനെ അത് കുറേ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ സ്കേറ്റിംഗ്, ഞാൻ എറണാകുളത്ത് ഞാൻ കാലിൻ്റെ പുറകെ നിന്ന സമയത്ത് ഞാൻ സ്കേറ്റിംഗ് പഠിച്ചു. അങ്ങനെ പിന്നെ ആദ്യം നിന്നൊക്കെ നിൽക്കുമ്പോഴാണ് പിന്നെ മോഡലിങ്ങിലോട്ട് ഇപ്പൊ ശോഭ ചേച്ചിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മോഡലിങ്ങിലോട്ട് വരുന്നത്. ശോഭ വിഷ്ണു ബിഗ് ബോസിലുണ്ടായിരുന്നു ചേച്ചി. ചേച്ചിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് മോഡലിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ മോഡലിംഗ് വന്നു. പിന്നെ ഒരു അതിൽ നിന്നൊക്കെ എന്തെങ്കിലും വരുമാനം എന്നുള്ള രീതി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം ഇനി അതിലോട്ട് നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് വരുമാനം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള സെലിബ്രിറ്റി ആയാൽ എന്നാലും ഇത്രയും പേര് ബുള്ളിങ് ചെയ്ത സ്ഥലത്തുനിന്ന് സൈക്ലിംഗ് പഠിച്ചു, സ്വിമ്മിങ് പഠിച്ചു, തെങ്ങ് കയറി, അത് കഴിഞ്ഞിട്ട് മോഡലിംഗും ചെയ്തു. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് അല്ലേ? അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥത്തില് ഇപ്പൊ ഇതിനേക്കാളൊക്കെ വലിയ സംഭവമാണ് അടുത്തത് ചെയ്തത്. അതാണ് നമുക്ക് അറിയേണ്ടത്, സ്കൈ ഡൈവിംഗ്. ഓക്കെ, സ്കൈ ഡൈവിംഗ് എന്നുള്ള വിഷയം ഇപ്പം ഞാനൊരു എക്സ്ട്രീമിന് മേളിൽ സൈക്ലിങ്ങിലും എല്ലാത്തിനും നിന്നാണ്, ഒരു എക്സ്ട്രീം സ്പോർട്ടിന്റെ പുറത്ത് നിന്നാണ്. അപ്പം അല്ല, സ്പോർട്ടിന്റെ പുറത്ത് നിന്നാണ്, എക്സ്ട്രീം സ്പോർട്ട് അല്ല, സ്പോർട്ടിന്റെ പുറത്ത് നിന്നാണ്. അപ്പൊ അതിൽ തന്നെ ഒരു എക്സ്ട്രീം ആയിട്ടാണ് ഞാൻ പുഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങളുള്ള ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ രീതി പുഷ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നോർമലി എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു നോർമൽ മനുഷ്യനെ അപേക്ഷിച്ച് ഒരു സ്പോർട്ടാണെങ്കിൽ എനിക്കത് എക്സ്ട്രീം സ്പോർട്ടാണ്. അപ്പം അങ്ങനെ ലൈഫിൽ ജീവിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ ഈ കംപ്ലീറ്റ്ലി വീട്ടിനകത്താകുക, 3 വർഷം ഡയാലിസിൽ പോവുക, ജെന്നി അത് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുക, ലൈഫ് പിന്നെയും റിസ്കിലോട്ട് പോവുക എന്നുള്ള സിറ്റുവേഷൻ വന്ന് പിന്നെ ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹോപ്പ് വന്നു, ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം. പക്ഷേ ഹോപ്പ് പയ്യെ നഷ്ടപ്പെടാൻ തുടങ്ങി. കാര്യം പിന്നെ ഒരു പോയിന്റും ഇല്ല. കാര്യം എനിക്ക് സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഫിസിക്കലി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി കുറച്ച് നാൾ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള റിയലൈസേഷൻ എന്നെ കൊണ്ടെത്തിച്ചത് വീണ്ടും ഇതുപോലത്തെ ഒരു ഡാർക്ക് സിറ്റുവേഷൻ ആയിരുന്നു. അതെന്താ ഈ ഇപ്പൊ ഡയാലിസിസ് ചെയ്തോണ്ടിരുന്നപ്പോ ഇപ്പൊ കിഡ്നി മാറ്റി വെച്ചു, അതെന്താ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ വന്നത്? അതും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു മെന്റലി സ്ട്രോങ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പോവാൻ പറ്റില്ലേ? എത്രത്തോളം പോയാലും നമ്മുടെ ശരീരം നമ്മളെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് സപ്രസ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്യുകയാണ്. അതിനെടുക്കുന്ന മെഡിസിൻസ് അത്രയും വലിയ മെഡിസിൻസ് ആണ്, അത് ടോക്സിൻ ലെവലിലുള്ള മെഡിസിൻസ് ആണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ മിനിമം സ്റ്റെറോയിഡ്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. സ്റ്റെറോയിഡ്സിനെ ഹയർ ആണ്, ഒരു മനുഷ്യന് എടുക്കുന്നതിൽ ഏറ്റവും ഹയർ ആണ്. ബട്ട് ആ സ്റ്റെറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ മസിൽസ് എല്ലാം വീക്ക് ആയിപ്പോൾ. ആ സ്റ്റെറോയിഡ്സിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ ടോക്സിൻസ് ഉള്ള സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓർഗൻസിനെ അഫക്ട് ചെയ്യുന്നതാണ്, മീൻസ് ഡാമേജ് ചെയ്യിക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഗ്രാജുവലി ഈ ഓർഗൻസ് എല്ലാം ഇപ്പം ഫെയിലിയറായി ഞാൻ മരിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഞാൻ മരിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആ ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ, ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കണം. അല്ലെങ്കിൽ ഈ സ്റ്റെറോയിഡ്സ് എടുക്കാതിരിക്കുന്നതിൽ ഒരു പോയിന്റ് ഇല്ലല്ലോ. അപ്പം ഞാൻ സ്റ്റെറോയിഡ്സ് എടുക്കാതിരിക്കുന്നത് എൻ്റെ മസിൽസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. അതായത് എനിക്ക് ഫിസിക്കലി വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഫിസിക്കലി ജീവിക്കാൻ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോയ്സ് ചെയ്തത്. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് നീ ഇനിയും വീട്ടിനകത്ത് ജീവിക്കണ്ട, ഇനിയും നിനക്ക് പുതിയ കാര്യങ്ങൾ നിനക്ക് എക്സ്പ്ലോർ ചെയ്ത് വിട്ടു പോവാം. അപ്പം അതാകുമ്പോൾ നിന്റെ ലൈഫ് നിനക്ക് ഫുൾഫിൽ ആയിരിക്കും. നീ വീട്ടിനകത്ത് ജീവിച്ച് ഇങ്ങനെ ലൈഫ്, പിന്നെ വേറെ നല്ലതൊന്നും എൻ്റെ ലൈഫിൽ വരാനില്ല. അപ്പം അങ്ങനെ ചോയ്സസ് ആണ് പിന്നെ കൊണ്ടുവന്ന് ഈ ഒരു സാമ്പത്തികത്തോടെ ഇടുന്നത്. അപ്പം പിന്നെ വീണ്ടും ഇതുപോലത്തെ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ ഉണ്ട്. മെന്റലി കുറച്ച് ഒരു സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടായി. അങ്ങനെ വന്ന സമയത്താണ് പിന്നെ കയ്യിൽ കുറച്ച് ഈ പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടി, ക്രൗഡ് ഫണ്ടിങ് കിട്ടി കുറച്ച് എമൗണ്ട് ആയത്. അതിന് ഞാൻ എന്ത് ചെയ്തു, കാര്യം ഒരു 6 മാസം 7 മാസം കൂടുന്തോറും എന്തായാലും ആ ഒരു 6 ലക്ഷമൊക്കെ എന്ന് പറയുന്ന സാധനം ഒരു എമൗണ്ട് അല്ലല്ലോ. കാര്യം ഒരു മാസം 10 അപ്പോഴൊക്കെ എഴുതുകൊണ്ടുവന്ന ട്രീറ്റ്മെന്റിൽ ഇപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ലോങ് ടേം ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പോൾ ആ ട്രീറ്റ്മെന്റിൽ നമുക്ക് എന്തായാലും 30K മാത്രമല്ല, അതിനകത്ത് കൂടുതൽ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ 6-7 മാസം കൊണ്ട് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കവറായിപ്പോൾ. ആ ഒരു എമൗണ്ട് കൊണ്ട് വേറെ എനിക്ക് ഗുണങ്ങളും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഇരുന്നിട്ടും വേറെ കാര്യങ്ങളില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ ആ ഒരു എമൗണ്ട് എൻ്റെ ലൈഫിൽ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ എയർ സ്പോർട്സ് എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രീം സ്പോർട്സ് ഉണ്ട്. പണ്ട് തൊട്ടൊരു പറക്കാനുള്ള ആഗ്രഹം എല്ലാവരെ പോലെ തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ പറക്കാനുള്ള ആഗ്രഹം റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ജസ്റ്റ് സ്കൈ ഡൈവ് ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പറഞ്ഞ് അത് ചിന്തിച്ച് ശരിയാവില്ല, എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് തന്നെ, ഞാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയാണ് വന്നത്, സ്വന്തമായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് അത്ര എളുപ്പമല്ല സക്സസ് ആക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ USB പോലുള്ള ആൾക്കാർ അംഗീകരിക്കണം. കാര്യം നമ്മൾ നോർമലി തറയിലുള്ള ഒരു സ്പോർട്ടിൽ തന്നെ ഒരുപാട് ലോസിന് എതിരാണ്. മീൻസ് സ്പോർട്ടിൽ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ആസ് ഒരു ഫിസിക്കലി ഇത്രയും ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഇത്രയും വീക്ക് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ എയർ സ്പോർട്സ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് അവരൊരിക്കലും അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല.
അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ഒരു 6 മാസത്തോളം അതിൻ്റെ പുറകിലായിരുന്നു ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ USP ഒക്കെ ഒരു 160ഓളം മെയിൽസും രാത്രിത്തോളം ഉറക്കമില്ലാതെ ഒരു ജീവിതവും അങ്ങനെ ഒരു 6 ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു. അത്രയും സ്ട്രഗിൾസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെന്റലിന്റെ പുറത്തും ഈ പറഞ്ഞ കാര്യങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചു, വീട്ടിനകത്തിരുന്ന് പുഷ് ചെയ്യാൻ ശ്രമിച്ചു. ആരും അറിയിച്ചില്ല, അമ്മയൊന്നും അറിയിച്ചില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ടിരുന്ന് സ്ട്രഗിൾ ചെയ്തു. ഒരിടത്ത് ഒരു പോയിന്റിൽ സക്സസ് കിട്ടി, അവർ റിപ്ലൈ ചെയ്തു. അപ്പം അവർ എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അതായത് ഈ ഒരു സാധനം പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി തന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എഴുതി തന്നു. പിന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് ആ ഒരു എന്താ പറയുക, അവരൊരു അപ്രൂവൽ തന്നതിന് ശേഷം പിന്നെ ഡ്രോപ്പ് സോൺ കണ്ടെത്താൻ പറഞ്ഞു. കാര്യം എന്നൊരു ഡ്രോപ്പ് സോൺ അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ടു. അതൊരു ആൻഡ്രി എന്ന് പറഞ്ഞ ഡോക്ടർ ആൾക്കാരെ അംഗീകരിച്ചു. അതിനുശേഷം അവിടെ പോയി ഞാൻ ട്രെയിനിങ് എടുത്തു. ഇവിടെ ഹൈദരാബാദിൽ പോയി വിൻട്രണിൽ ചെയ്തു. വിൻട്രണിൽ നിന്ന് പിന്നെ ട്രെയിനിങ് എടുത്തു. പിന്നെ ഞാൻ സ്റ്റേബിൾ ആണെന്നൊരു സംഭവം വന്നപ്പോഴത്തേക്കും അവർ എന്നെ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇൻസ്ട്രക്ടർ വന്ന് ചീഫ് ഇൻസ്ട്രക്ടർ വന്ന് ചോദിച്ചു, നിനക്ക് ഇപ്പം വിത്ത് ഇൻസ്ട്രക്ടറായിട്ട് ജമ്പ് ചെയ്യണോ, നിനക്ക് ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യാം. എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ജമ്പ് ചെയ്തു. അത് എനിക്ക് ലോ ടേണൊക്കെ വന്നിട്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു വിൻഡൊക്കെ വന്നിട്ട് താഴെ വീഴും, അതായത് താഴെ വന്ന് ക്രാഷ് ലാൻഡ് ആവുന്ന സിറ്റുവേഷൻ നിന്ന് രക്ഷപ്പെട്ടു വന്നു. സെക്കൻഡ് ജമ്പ് ഓക്കെ ആയിരുന്നു. തേർഡ് ജമ്പ് എനിക്ക് സ്പിൻ ഉണ്ടായി. നമ്മൾ നോർമൽ സ്പിൻ ഉണ്ടാകുമ്പോൾ G-ഫോഴ്സ് എന്നൊരു സാധനം ഉണ്ടാകും, അധികം നമുക്ക് ബ്ലാക്ക് ഔട്ട് ആവും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ മിഡ് എയറിൽ സ്പിൻ ആയി കഴിഞ്ഞാൽ, അപ്പം ആ ഒരു സിറ്റുവേഷൻ ഞാൻ പാരച്യൂട്ട് പുള്ളി ചെയ്തു, സ്വന്തമായിട്ട് പുള്ളി ചെയ്തു. അത് മാനേജ് ചെയ്ത് ഞാൻ പുള്ളി ചെയ്തു. പുള്ളി ചെയ്തിട്ട് പെട്ടെന്ന് ഈ കാലിൽ കുരുങ്ങി, ഈ ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഈ കാലിൽ കുരുങ്ങി മുകളിലോട്ട് പാരച്യൂട്ട് പോയി. അപ്പം കുരുക്ക് വന്ന് ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് തറ എത്താൻ 12 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അതിലും 6 സെക്കൻഡിലാണ് ഞാൻ മാനേജ് ചെയ്തപ്പോൾ അത്ര ജീവിച്ചിരിക്കത്തുള്ളൂ. അതിലും 3 സെക്കൻഡിൽ എനിക്ക് ആ കൊട്ടഴിക്കണം. കാര്യം സെക്കൻഡുകൾ കൊണ്ട് ഇത് മാറിക്കൊണ്ട് ആൾട്ടിറ്റ്യൂഡ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സിറ്റുവേഷൻ ഞാൻ മറികടന്നു വന്നു. അപ്പോഴേക്കും എനിക്ക് അവിടുത്തെ ചീഫ് ഇൻസ്ട്രക്ടർ എനിക്ക് ഇൻസ്ട്രക്ടറിന്റെ ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണമെന്ന് ഞാൻ ഊഹിക്കൊന്നുമില്ല, നീ വെച്ചോ എന്നുള്ള രീതിയിൽ പുള്ളി കൊണ്ടുവന്ന് അങ്ങനെ കുറെ ആ ഒരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിരുന്നു. അതെ. പിന്നെ എനിക്കൊരു 6 ജമ്പിനകത്ത് എനിക്ക് 3 മിനിറ്റ് ഡെത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. 3 പ്രാവശ്യം മരിക്കാനുള്ളതാണ്. അപ്പൊ ഇത്രയും എക്സ്ട്രീം സ്പോർട്ടാണ്. അപ്പൊ ആ ഒരു റിസ്ക് എപ്പോഴും ഉണ്ട്. അതിന് ആൾക്കാരൊക്കെ പോയി ചാടുന്നതോ? അത് നമ്മളിപ്പം വിത്ത് ഇൻസ്ട്രക്ടർ അവർ പ്രൊഫഷണൽസ് ആണ്. മീൻസ് വിൻഡിൽ നമ്മൾ അത്രയും കൈകാര്യം ചെയ്യാൻ മീൻസ് ഒരുപാട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവർ അത്രയും സ്കിൽഡ് ആയിട്ട് മാറുന്നതാണ്. ജസ്റ്റ് നമ്മൾ പോയിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്യുക എന്നുള്ള സംഭവമല്ല, അവർ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ജമ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് വിൻഡ് എങ്ങനെ വന്നാലും അവർക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയണം. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തുള്ളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ആൾക്കാർ ആക്സിഡന്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ റിയാലിറ്റി കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ ഈ കാണുന്ന എയർപോർട്ട്സ് അല്ല, നമ്മൾക്ക് ഇപ്പം മെനുവേഴ്സ് കയറുന്നുണ്ട്. മെനുവേഴ്സ് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാം എപ്പോഴും സേഫ് ആണെന്ന് പറയാൻ പറ്റും ഇല്ല. അതെ, എപ്പോഴും എയർ സ്പോർട്സ് എപ്പോഴും റിസ്കിയാണ്. ഇപ്പം പാരഗ്ലൈഡിങ് ആണെങ്കിലും സ്കൈ ഡൈവിംഗ് ആണെങ്കിലും എല്ലാം റിസ്കി തന്നെയാണ്. സാധിച്ചു അങ്ങനെ ആഗ്രഹം എന്നുള്ള സംഭവമല്ല, അതിനകത്ത് ഇനി ലൈസൻസ് എടുക്കണം എന്നുള്ള സംഭവം. ആഗ്രഹത്തിന് ഇപ്പം നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു റിയാലിറ്റി നമ്മൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ജമ്പ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചു ഇതിനകത്ത് ലൈസൻസ് എടുക്കണം, ഇതിൽ ലൈഫിൽ ഹോപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ആ ഹോപ്പാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. ആ ഒരു ഹോപ്പിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു സൂയിസൈഡ് ടെൻഡൻസി എന്നൊക്കെ മാറി ഞാനൊരു ബെറ്റർ ലൈഫിൽ ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ള എൻ്റെ മെന്റൽ ഹെൽത്തിൽ ഏറ്റവും ബെറ്റർ ലൈഫിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. കാര്യം എനിക്കൊരു ഹോപ്പുണ്ട്. വേറെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ അച്ചീവ് ചെയ്യാനുള്ള എന്തെങ്കിലും? അതായത് എനിക്ക് ഇപ്പം ഈ ലോകത്ത് 8 പേര് മാത്രം നോർമലി ഉള്ള 8 പേര് മാത്രം ചെയ്തിട്ടുള്ള ഒരു ഫീറ്റ് ഉണ്ട്. 43,000 ഫീറ്റ് ആണ്. നമ്മൾ ആ ഫീറ്റിൽ പോയി ജമ്പ് ചെയ്യണമെങ്കിൽ ആസ് എ സോളോ നമ്മൾ ജമ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 81 lakhs ആവും. അത്രയും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് നമ്മൾ ജമ്പ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് 3 ലൈസൻസ്, നമ്മൾ 3 കാറ്റഗറി ഓഫ് ലൈസൻസ് നമ്മൾ പാസ്സായിരിക്കണം. ദെൻ അതിനപ്പുറത്ത് നമുക്ക് ഈ പറഞ്ഞ 200 ജംപ്സ് കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ പ്രൊഫഷണൽ ജംപ്സ് നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രോ ലെവലുള്ള ജംപ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ വിൻ ടൺ അവേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളി നമുക്ക് സെക്യൂർ ആണെങ്കിൽ മാത്രമേ അവർ നമ്മളെ കയറ്റത്തുള്ളൂ, ആ ഒരു ഫീൽഡിലോട്ട് നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ദെൻ അവിടെ നിന്ന് ജമ്പ് ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണൊക്കെ ഒരു ഇതുണ്ട്, ഒരു ചാൻസസ് ഉണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രീം ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുകളിൽ ഒരു എക്സ്ട്രീം ഡ്രീം, അതൊരു അധികമായിട്ടുള്ള ആഗ്രഹമാണെന്ന് വെച്ചാൽ പക്ഷേ എൻ്റെ ഡെത്ത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് വലിയൊരു ആഗ്രഹമാണ്. അതായത് എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും വലിയ ടോപ്പ് എന്ന് വെച്ചാൽ ആഗ്രഹത്തെ ചെയ്യുന്നത് എനിക്ക് ഈ നമ്മുടെ സ്പേസിന്റെ ഒരു എൻഡിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും എക്സ്ട്രീം ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ആളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഹൈറ്റിൽ നിന്ന്, അതായത് 1,27,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം. ഇല്ല, അത് ഓൾമോസ്റ്റ് ഇപ്പൊ നാസയും ഒത്തിരി ആൾക്കാർ സഹായിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെ അത് ഇങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ലേ, നമ്മൾ ഹെൽത്ത് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എക്സ്പെഷണൽ കേസുകളിൽ ചിലപ്പം എടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ. അപ്പൊ സ്കിൽഡ് ആയി മാറുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്.
അപ്പോൾ സ്കിൽഡ് ആയിട്ട് മാറണം ബേസിക് ആയിട്ട്. ബട്ട് അതിനകത്ത് എനിക്ക് ഞാൻ ജീവിച്ചിരിക്കണം, അത് വേറൊരു കാര്യം, അത് വേറൊരു ചലഞ്ചസ്. ബട്ട് എൻ്റെ ആഗ്രഹം അത്രയും ടോപ്പാണ്. അതിന് മുകളിൽ എനിക്ക് പോകണം. നടക്കും. ഇത് നടന്നില്ലേ? ഞാൻ ഇപ്പം ഒട്ടും ഇതിന്റെ കൂടെ സ്റ്റഡീസ് എവിടെ വരെ കംപ്ലീറ്റ്? ഞാനിപ്പം സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യാനുള്ള സംഭവത്തിലാണ് നിന്നത്. അപ്പം അതിൽ നിന്നപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രഗിൾസിലോട്ടൊക്കെ വരുന്നത്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സ്ട്രഗിൾസ്. ഇനി എന്റെ ലൈഫിൽ ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് 30K അടുത്ത് എമൗണ്ട് മെഡിസിൻ മാത്രമാവും. അപ്പൊ അതിനെങ്കിലും ഞാൻ കണ്ടെത്താനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്യാമറ വർക്കും കാര്യങ്ങളും. പിന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ഡ്രോൺ ആംബ്യൂട്ടി ലൈസൻസ് ഒക്കെ എടുത്തതിന് ഞാനാണ്. ഡ്രോൺ ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഡ്രോണും ഉണ്ട്. അപ്പം അങ്ങനെ വർക്കിനൊക്കെ പോവും. പക്ഷെ എനിക്ക് വർക്ക് കിട്ടുന്നത് കുറവാണ്. നമുക്കറിയാലോ, ഇപ്പൊ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇപ്പം ഈ ഡ്രോണിന്റെ വർക്കിലാണെങ്കിലും ക്യാമറ ഫീൽഡിലാണെങ്കിലും നമുക്ക് വർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം എനിക്കിപ്പോൾ ഈ കാലും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വർക്ക് പോയി ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനി വർക്ക് കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്ക് ഈ പറഞ്ഞ ഡ്രോൺ പൈലറ്റിൽ അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അതാണെങ്കിൽ എനിക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്താൽ മതി. മറ്റേതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇപ്പം ഇതായിട്ടുള്ള ചെയ്യണം. അപ്പം ബട്ട് വാട്ട് എവർ ഐ ഹാവ് ടു ട്രൈ, എന്നാൽ മാത്രമേ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതെന്തായാലും ഞാൻ ഒരു സൈഡിൽ നോക്കും. പിന്നെ പാഷൻ വൈസ് ആണെങ്കിൽ എനിക്ക് സ്പോൺഷിപ്പ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു സൈഡിലേക്ക് പോകും. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കിട്ടുന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഈ കാല് വേണമെന്നുള്ളതൊരു വലിയ ആഗ്രഹമല്ലേ? അതെ, ഇപ്പൊ വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാലില്ലെങ്കിൽ ഞാൻ ജീവിക്കും. ബട്ട് നമുക്ക് എക്സ്പെഷ്യലി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മീൻസ് ഈ ഒരു കാല് നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്ത് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലെഗമെന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഫുള്ളി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലം നമുക്ക് വെച്ച് കളിക്കാൻ പറ്റത്തില്ല ഒരു പരിധിക്ക് അപ്പുറത്ത്. സോ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടാണ്. പിന്നെ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആവും. കാര്യം നമുക്ക് വെയിറ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എനിക്ക് ആൾറെഡി സ്കോളിയോസിസ് ഉണ്ട്, മൂന്ന് എന്താ പറയാ ഡിസേബിലിറ്റീസ് എനിക്കുണ്ട്. 3 ഡിസേബിലിറ്റി ടോട്ടൽ എനിക്ക് 83% ഡിസേബിലിറ്റി ആണ്. അപ്പം അത്രയും ഡിസേബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 83% ഡിസേബിലിറ്റി ഉള്ള ആളാണ് ഇതെല്ലാം അച്ചീവ് ചെയ്തത്. ഇനി വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? പാടാനോ? ഞാൻ പണ്ട് പാട്ടൊക്കെ പാടും, ഇപ്പൊ ആ ശബ്ദമൊക്കെ മാറി. പിന്നെ ഡ്രോയിങ് ഒക്കെ ചെയ്യാം. ഓക്കെ. അഭി മുझ में कहीं जाना जिंदा हूँ मैं तो अभी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ है सी लगन इस लम्हे में है लम्हा कहा था मेरा. അപ്പൊ ഇനി മോന് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. ഒരു സ്പോൺസറാണ് ആവശ്യം. എന്നുവെച്ചാ വീട്ടിലെ സാമ്പത്തികം വളരെ മോശമാണ്, അച്ഛന്റെ മാത്രം വരുമാനം, അതും കൂലിപ്പണിയാണ്. പിന്നെ സിസ്റ്റർ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്, ചെറിയൊരു ജോലിക്ക് കയറി. അതുകൊണ്ടൊന്നും ഈ സ്വപ്നങ്ങളൊന്നും അവളുടെ കാര്യം നോക്കുക സംഭവം ഞാൻ ഒത്തിരി റിലാക്സ്ഡ് ആയി. കാര്യം ഇല്ലെങ്കിൽ ഞാൻ അവളുടെ കാര്യം കൂടെ നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയി പോകും എനിക്ക്. ഇങ്ങനെ ലീഡിങ് ലൈഫ് ലീഡ് ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് എനിക്ക് എന്റെ സ്വപ്നങ്ങൾ എത്തിക്കണം. കാര്യം എനിക്ക് ആ റിസ്ക് ഉണ്ട് ലൈഫിൽ. അപ്പം ഞാൻ അതോടെ എപ്പോഴും ചിന്തിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിക്കണ്ട. അല്ല അങ്ങനെ എനിക്ക് മരണം ഇങ്ങനെയാണ്, എനിക്ക് ചെയ്യണം, അത് വിട്ടേക്ക്. നമുക്കറിയില്ലല്ലോ, അങ്ങനെയൊക്കെ എത്രയോ പേര് ആ വിൽ പവർ കൊണ്ട് പിടിച്ചു നിന്ന. ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ മോൻ തന്നെ പറഞ്ഞു, ആദ്യം സൈക്കിള് 1 സെക്കൻഡ് പോലും ചവിട്ടാൻ പറ്റിയിരുന്നില്ല. അതിൽ നിന്ന് ഇപ്പൊ ഈ കാണുന്ന നമ്മളെ കൊണ്ട് നടന്നു പോലും കയറാൻ പറ്റാത്ത ഇത്രയും ഹൈറ്റ് ഉള്ള ശാസ്താപാറയിലോട്ട് പോകുന്ന വഴി കംപ്ലീറ്റ് സൈക്കിള് ചവിട്ടി ഇല്ലേ? ഇപ്പം ഞാൻ ലൈഫിൽ ലീഡ് ചെയ്യുന്ന ഒരു ദിവസം എന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 മണിക്കൂർ ട്യൂബ് ഇട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും മെഡിസിൻസ് എടുത്തിട്ട് അതിന്റെ സൈഡ് എഫക്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ രാത്രി ഉറക്കം വരാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രസീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോവുക, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുക. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ വർക്ക് ചെയ്തിട്ടാണ് അറിയാം, നമുക്കൊരു അപ്പം ഒരു ഗിംബലെടുത്ത് ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്തിട്ട് വന്ന് നമ്മുടെ ഒരു ബോഡി പെയിൻ എത്ര ആയിരിക്കും. അപ്പൊ അതെല്ലാം ഞാൻ ഈ പറഞ്ഞ നട്ടുള്ള വളവ് ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള അപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു മരവിച്ച് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം. അപ്പം അതൊക്കെ ജീവിക്കുമ്പോഴത്തേക്കും എന്താ പറയാ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. അപ്പം നമ്മുടെ ലൈഫിലെ റിസ്ക് നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യിക്കും. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ റിമൈൻഡർ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എപ്പോഴും റിമൈൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു റിമൈൻഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഡ്രീംസിനോടുള്ള ഒരു
ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കമ്പാഷൻ ഭയങ്കര അധികമാണ് എനിക്ക്. അപ്പം അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു റിസ്ക് വെച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാര്യം എനിക്ക് ആ എപ്പോഴും അഫക്റ്റ് ചെയ്യും, ആ റിസ്ക് എപ്പോഴും അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ യൂറിൻ ട്യൂബ് ഇടുമ്പോഴും നമ്മളത് എപ്പോഴും തോട്ടിലോട്ട് കൊണ്ടെത്തിക്കും. കാരണം നമ്മൾ ആ റിസ്ക് ആൾറെഡി അറിയാം, നമുക്ക് ഇന്ന കാര്യങ്ങൾ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് സർജറി ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ തോട്ടിലോട്ട് വരും. ഡിഫിക്കൽട്ടി ആവും. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എനിക്കൊരു വീൽ ചെയർ ഇരിക്കുന്ന ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ ആ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. അങ്ങനെ കുറച്ച് 1-2 പേരൊക്കെ അങ്ങനെ. ആരും ക്ലോസ് അല്ല, എല്ലാവരുമായിട്ട് അറിയാം, എല്ലാവരും ഫ്രണ്ട്, ഹായ് ബൈ ഫ്രണ്ട്. ആൾക്കാരുടെ ഇടപെടലൊക്കെ ആൾക്കാർ ഒത്തിരി ചേഞ്ച് ആയി. ബട്ട് സ്റ്റിൽ എല്ലാവരും ഒരു ആസ് എ ഏലിയനായിട്ട് എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോ ഇങ്ങനെ ഒരു കാലിൽ ജീവിക്കുമ്പോൾ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം ഇപ്പം അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുമല്ല ഞാൻ. അപ്പം ഇവിടെ ഇപ്പൊ കേരളയില് അതിലൊക്കെ ഉണ്ടായിട്ട് ഇപ്പം സമൂഹത്തിൽ അറിയപ്പെടുന്ന സംഭവം ഡിഫറെന്റ് ആണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ ശ്യാമിനെ പറ്റിയിട്ട് ഞാൻ പോലും അറിയുന്നത് നമ്മളോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ആക്ച്വലി നമ്മള് പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ പുള്ളിയാണ് പറഞ്ഞത്, എന്നെക്കാളും എത്രയോ വലിയ ഇതില് ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉള്ള ഒരാളുണ്ട്, അപ്പൊ അതാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം നന്ദി. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ശ്യാമിനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം എന്നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ചിരിക്കുക. നമ്മൾ ഈ അതിജീവനമൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇത് അതിജീവനം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് അതിലൊക്കെ മേളിലാണ്. ഒരുപാട് സന്തോഷമാണ് ശ്യാമിനെ പരിചയപ്പെടാൻ പറ്റിയത്. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ആ വീട്ടിൽ വന്ന അപ്പോഴത്തൊട്ട് ഇതുവരെ ശ്യാമിൻ്റെ മുഖത്തുനിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടേയില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഈ റിസ്കിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശ്യാമിൻ്റെ ഈ ഡ്രീമൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കാൻ പറ്റും. ശ്യാമിന് വേണ്ടത് ഒരു കാല്, പിന്നെ ഇത് കൂടാതെ ദുബായിൽ സ്കൈ ഡൈവ് ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ ശ്യാമിന് എന്താകണം എന്നുള്ളൊരു കാര്യം കൂടി, അതൊരു വലിയൊരു ഡ്രീമാണ്, അത് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാം. പക്ഷെ ഈ 2 കാര്യങ്ങൾ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റത് കുറച്ച് എക്സ്പെൻസീവാണ്. അതിനൊരു സ്പോൺസർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ശ്യാമിനെ സംബന്ധിച്ച് വലിയൊരു ഉപകാരമായിരിക്കും. നമ്മുടെ വീഡിയോ അങ്ങനെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ആർക്ക് നിങ്ങൾ അറിയാവുന്ന ഇപ്പോൾ യൂസുഫ് അലി സാറിനെ പോലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശ്യാമിൻ്റെ ഈ ഡ്രീം എന്തായാലും സാക്ഷാത്കരിക്കപ്പെടും. ഒരു സ്പോൺസർ വേണം എന്ന് വെച്ചാൽ ഒരു 30,000-ഓളം ട്രീറ്റ്മെൻറ്റിന് വേണം. അതൊക്കെ ഈ നിസ്സാരമായിട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു 6,000-7,000 രൂപ കൂടുതൽ കിട്ടില്ല. പിന്നെ സിസ്റ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് കാലമായിട്ടേ ഉള്ളൂ, അച്ഛന് കൂലിപ്പണിയാണ്. ശ്യാമിൻ്റെ ട്രീറ്റ്മെൻറ്റിന് മാത്രം ഇത്രയും പൈസ വേണം. ഇപ്പോൾ കിഡ്നി മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, അതൊരു 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷേ എന്നാലും ശ്യാം ഈ ഡ്രീമിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണിപ്പോൾ. അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്. അമ്മ പറഞ്ഞത് രാത്രിയിലൊന്നും ഉറക്കമില്ല, പുഷപ്പ് എടുക്കലും ഇതുമൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിലെന്നാണ്. അപ്പോൾ അത്രത്തോളം നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പം നമുക്ക് ചേർത്ത് പിടിക്കാം ശ്യാമിനെ. എന്താ, എല്ലാവരും നിൽക്കില്ലേ? അപ്പം ഇനിയും ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ശ്യാമിൻ്റെ എന്നും പുഞ്ചിരിച്ച മുഖം വേണം നമുക്ക് കാണാൻ. എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, ബട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയത് അതാണ് എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ്. മോൻ്റെ ഡ്രീം എല്ലാം സക്സസ്, ഉറപ്പായിട്ടും ഡ്രീം കം ട്രൂ അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വരും, ആ സമയത്ത് വീഡിയോ എടുക്കാം. എന്തായാലും നിങ്ങളുടെയും ചാനലും നിങ്ങളുടെ ഒരു എന്താ പറയുക റോഡ് ഓഫ് സ്ട്രീംസും ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവട്ടെ. എന്തായാലും മുന്നോട്ട് ഇനിയും കുറെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഉണ്ടാവട്ടെ. അതിലൊക്കെ ഇനിയും ഇപ്പം ഞാനൊന്ന് ഇതാകുമ്പോഴത്തേക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്നെ ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരിലോട്ട് എത്താൻ പറ്റട്ടെ. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളും ഉണ്ടാവട്ടെ. So thank you so much for coming. എനിക്ക് ഞാൻ ഇത്രയും കാലം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും ഇതുപോലെ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അവന്റെ കാര്യങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. അപ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ, എന്റെ വീഡിയോ ആൾക്കാരിലെത്തട്ടെന്നാണ്. എല്ലാവരും സ്ട്രഗിൾസ് ആൾക്കാർ അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം സക്സസ്ഫുൾ ആവട്ടെ. മോനിപ്പോ ഈ നിന്റെ ഏജിലുള്ളവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഒരിക്കലും എന്താ പറയാ, ലിമിറ്റിൽ നിന്ന് ജീവിക്കരുത്. ഉറപ്പായിട്ടും ലിമിറ്റിൽ, അതായത് ഇപ്പൊ നമ്മള് ഈ ലിമിറ്റിലായി പോയി എന്ന് പറഞ്ഞു, ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിലും സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പം ആസ് ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഒരു
എന്താ പറയുക ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള ഇതില്ല. അതായത് ഇപ്പോൾ ഒരു ബസ്സോ അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ല, ഇത്രയും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതില്ല. പിന്നെ കടകളാണെങ്കിൽ എല്ലാം സ്റ്റെപ്സും അതും ഇതും. ഇപ്പം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വീൽ ചെയർ വരുന്ന ഒരാൾക്ക് അത് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കുക മെയിനായിട്ട്. അതാണ് ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ആക്സിഡന്റിൽ ജീവിക്കുന്ന മനുഷ്യർ. അപ്പോൾ അവരെ പറ്റി ആലോചിക്കുക. നിങ്ങളൊരു എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് കൂടെ വേണ്ടി നിങ്ങളൊരു പോയിന്റ് മാറ്റി വയ്ക്കുക. അത് ഞാൻ ലൈഫിൽ അങ്ങനത്തെ ഒരു സ്ട്രഗിളിൽ നിന്ന് ജീവിച്ച അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിളിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരോട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവുന്നത് അത് കോമൺ ആണ്. സ്ട്രഗിൾസ് ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും സ്ട്രഗിൾസ് ഉണ്ടാവും. ബട്ട് കീപ് പുഷിങ് യുവർ ലിമിറ്റ്സ്. എപ്പോഴും ലിമിറ്റ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ സ്ട്രഗിൾ ആവുന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ പോവുക, അടുത്ത ലെവലിലോട്ട് നിങ്ങൾ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ മാറുക, ലൈഫിനെ കൊണ്ട് മാറ്റിക്കുക. അല്ലെങ്കിൽ ലൈഫിന് അങ്ങനെ അത്രയും രീതിയിൽ കഷ്ടപ്പെടാം, ഹാർഡ് വർക്കാണ് എപ്പോഴും ലൈഫ്. അപ്പോൾ ഈ കണ്ടില്ലേ, ഇതാണ് ശ്യാമ. 23 വയസ്സേ ഉള്ളൂ, 83% ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടിയാണ്. എന്നിട്ട് പോലും അവൻ ഇത്രയും അച്ചീവ്മെൻറ്റുകൾ നേടിയിട്ടുണ്ട്. അവന് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഒരു വണ്ടിയും ഒരു കാലും, അല്ലെങ്കിൽ സ്കൈ ഡൈവിങ് ഒരു ഇൻസ്ട്രക്ടർ ആവുക എന്നുള്ളത് അവൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. അവൻ്റെ മുന്നിൽ കുറച്ച് സമയമുള്ളതെന്നാണ് പറയുന്നത്. ഇതിനുള്ളിൽ ഇതൊക്കെ സാധിക്കണം. അപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസറോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ചാൽ തന്നെ ഒരു വീടും ഒരു വണ്ടിയും ഒരു കാലും ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും ശ്യാമിന് വേണ്ടിയിട്ട് കൈകോർക്കാം. ശ്യാമിൻ്റെ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ശ്യാമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്യാമിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ. अब है सामने इसे छू लो जरा, मर जाऊं या जी लो जरा, अशिया छूम लो या रो लो जरा, मर जाऊं या जी लो जरा.